അത്താഴത്തിന് തന്നെ പൊത്തും പിടിയും പിന്നെയല്ലേ വെള്ളച്ചോറ് എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പരക്കെ പഴങ്കഞ്ഞി എന്നറിയപ്പെടുന്ന ഈ ഒരു സാധനത്തിന് ഞങ്ങളുടെ നാട്ടിൽ വെള്ളച്ചോറ് എന്നാട്ടോ പറയുക. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സാധനമായിരുന്നു ഈ ഒരു പഴങ്കഞ്ഞി അഥവാ വെള്ളച്ചോറ് എന്ന് പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ എന്താ രാവിലെ കഴിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് വെള്ളച്ചോറ കഴിച്ചേ അല്ലെങ്കിൽ ചോറ കഴിച്ചേ എന്നൊക്കെ പറയാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അന്നൊക്കെ ഞാൻ ചുമ്മാ തള്ളി മറിക്കായിരുന്നു എന്തെങ്കിലും പലഹാരമാണ് കഴിച്ചതെന്നും പറഞ്ഞിട്ട്. അച്ഛനും അമ്മയും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് സെപ്പറേറ്റ് സാധനം രാവിലെ സെപ്പറേറ്റ് സാധനം ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ വെള്ളച്ചോറും തൈരും ഒക്കെ കൂടി ആയിരിക്കും രാവിലെ കഴിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറിൻ്റെ കുറച്ചായിരിക്കും കേട്ടോ കഴിക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് ഇതൊരു ലക്ഷറി ആയിരുന്നെങ്കിലും അന്ന് ഇതൊന്നും ഇല്ലായ്മയുടെ ഒരു പ്രതീകമായിരുന്നു കേട്ടോ. വെള്ളച്ചോറ് അല്ലെങ്കിൽ പഴങ്കഞ്ഞിയൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ മാത്രം കഴിച്ചിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോലും ഈ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലേ. സംഗതി എനിക്കിത് നല്ല ഇഷ്ടമാണെങ്കിലും ഞാൻ അധികം കഴിക്കാറില്ല. അല്ലെങ്കിൽ ഈ ഗുണ്ടുമണി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ വെള്ളച്ചോറും തൈരൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തടിക്കും എന്നുള്ളതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യണ ഒരു സാധനമാണ് ഇന്നൊരു കൊതിക്ക് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു നമുക്ക് നല്ല വെള്ളച്ചോറും അതിലേക്ക് നല്ല കട്ട തൈരും പിന്നെ കടുമാങ്ങ ഉപ്പിലിട്ടതും അതിൻ്റെ ഒപ്പം നല്ല ബീൻസും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരിയും ഒരാഡംബരത്തിന് മുട്ട കൊത്തിപ്പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കി പൊരിച്ചതും കൂടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ വയറിന് മാത്രമല്ല മനസ്സിനും വല്ലാത്ത സമാധാനമാണേ.